ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിൽ കൊച്ചി സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. സംവിധായകൻ ജിതിൻ ലാലിന്റെ പരാതിയിലാണ് അന്വേഷണം. സിനിമയുടെ വ്യാജ പതിപ്പുകൾ തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആവശ്യപ്പെട്ടു. തിയേറ്ററിൽ റിലീസ് ചെയ്ത രണ്ടാം ദിവസമാണ് അജയന്റെ മോഷണം ടെലഗ്രാമിലെത്തിയത്. ഇന്നലെ ചിത്രത്തിന്റെ സംവിധായകൻ ജിതിൻ ലാൽ കൊച്ചി സൈബർ പോലീസിന് ഇമെയിലായി പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. തന്റെ സിനിമയെ തകർക്കാനുള്ള ശ്രമമെന്ന് ജിതിൻ ലാൽ. ഇന്ത്യക്ക് പുറത്തുള്ള സബ് ടൈറ്റിലാണെങ്കിൽ അതിൽ അറബ് സബ് ടൈറ്റിലും വരും. ഇതിനകത്ത് അങ്ങനെ അറബ് വന്നിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണ് വന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കകത്ത് തന്നെയാണ്, അതും ഫസ്റ്റ് ഡേ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5 ഭാഷകളുണ്ട്. 5 ഭാഷകളുടെ ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഷകളിലും ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, ഇത് ഏത് സ്ഥലത്തു നിന്നായിരിക്കും ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന്. ഏത് തിയേറ്ററിൽ നിന്ന് നമുക്കറിയത്തില്ല, ബട്ട് ഏത് ഔട്ടിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളത് അറിയാം. സിനിമയുടെ വ്യാജപതിപ്പുകൾ തടയാൻ തിയേറ്റർ ഉടമകൾക്ക് പരിമിതി ഉണ്ടെന്നാണ് ഫിയോക്കിന്റെ നിലപാട്. ടെലഗ്രാം നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും ഫിയോക് ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഷേണായി 24 പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റിൽ ഒരു അപേക്ഷ കൊടുത്തിട്ട് ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ ടെലിഗ്രാം, പിന്നെ അതേപോലത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒരു 4-5 എണ്ണം, എല്ലാം ചൈനീസാണ്. അതെല്ലാം ബാൻ ചെയ്യണം ഇന്ത്യയിൽ. ഇതിന്റെ ഒരു 90% ഇത് അതിന്റെ ഒരു ഇത് കിട്ടും ഞങ്ങൾക്ക് റിസൾട്ട്. ഹൈ സ്പീഡ് ഇന്റർനെറ്റിൽ ഫിലിം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറും ബാൻ ചെയ്യണം. നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വ്യാജപതിപ്പ് പ്രചരിപ്പിച്ചയാളെ കൊച്ചി സൈബർ പോലീസ് പിടികൂടിയിരുന്നു. ആ സംഘത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.